നമസ്കാരം. ഇന്ന് എൻ്റെ നാട്ടറിവ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറാലുമൂട് കേരള ഓട്ടോമൊബൈൽസാണ്. കേരള ഓട്ടോമൊബൈൽസ് എന്നാൽ എന്ത്? ഇതറിയാൻ ആഗ്രഹം നിങ്ങൾക്കൊപ്പം ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങളത് നിങ്ങളെ അറിയിക്കാൻ തയ്യാറായി കഴിഞ്ഞു. കാണുക. കേരളത്തിലെ വിവിധ ജില്ലകളിലും കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലും ഇവിടെ നിന്ന് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നു. ഡൽഹി, രാജസ്ഥാൻ, ഒറീസ എന്നീ സംസ്ഥാനങ്ങളിലും നേപ്പാൾ പോലെ വിദേശ രാജ്യത്തും നമ്മുടെ കേരള ഓട്ടോമൊബൈൽസിൽ നിന്നുള്ള ഓട്ടോ ആണ് എന്നറിയുമ്പോൾ അഭിമാനം തോന്നുന്നു. കൂടാതെ കയർ മേഖലയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള യന്ത്രസാമഗ്രികൾ ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു എന്നറിയുക. സമൂഹത്തിലെ സാധാരണക്കാർക്കായി ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഓട്ടോയാണ് ഇവിടുത്തെ പ്രത്യേകത. 108 വാട്ട്സ് ബാറ്ററിയിൽ നിർമ്മിതമായ ഇലക്ട്രിക്കൽ ഓട്ടോ ഇന്ന് സാധാരണക്കാർക്ക് ഏറെ ഗുണകരമായി കഴിഞ്ഞു എന്നതാണ് ഇവിടത്തെക്കുറിച്ച് നാം അറിയുമ്പോൾ നമുക്ക് അഭിമാനിക്കാനുള്ളത്. ഈ ഇലക്ട്രിക് ഓട്ടോ മറ്റ് എവിടെയും കാണാൻ കഴിയില്ല എന്നുള്ളതും അത്ഭുതമാണ്. കേരള ഓട്ടോമൊബൈൽസിൽ നിന്നും കേരളത്തിന് പുറത്ത് വികലാംഗ കോർപ്പറേഷന്റെ ആവശ്യപ്രകാരം ട്രൈ സ്കൂട്ടറിന്റെ പാർട്സുകൾ നിർമ്മിച്ചു നൽകുന്നതും ഇവിടെ നിന്നാണ്. യാത്രക്കാരുടെ ശരീരഘടനയ്ക്കനുസരിച്ച് യാത്രാസുഖം ലഭിക്കുവാനുള്ള സീറ്റുകൾ ഇവിടുത്തെ പ്രത്യേകത. ഒപ്പം സീറ്റ് ബെൽറ്റ് ധരിക്കുകയും സീറ്റ് ബെൽറ്റ് ഡ്രൈവർക്ക് നിർബന്ധമാക്കുന്നതും ഇവിടെ നിന്നുള്ള ഓട്ടോയിൽ മാത്രമാണ്. VHC നിർമ്മിക്കുന്ന റോക്കറ്റിന് ആവശ്യമായ സാമഗ്രികൾ ഇവിടെ നിന്നാണ് നൽകുന്നത് എന്നറിയുക. ചന്ദ്രയാൻ വരെ ഇവിടത്തെ പ്രോഡക്റ്റിൽ പെടുന്നതാണ്. ചന്ദ്രയാൻ നിർമ്മിച്ച പാർട്സുകൾ ഇവിടെ നിന്നുള്ളതാണെന്ന് അറിയുക. അത് ഇവിടത്തെ പ്രത്യേകതകളിൽ പെടുന്നതും. ഏകദേശം 300ഓളം തൊഴിലാളികളുടെ ശ്രമഫലമാണ് ഈ കാണുന്ന വിജയം എന്ന് മനസ്സിലാക്കുന്നു നാട്ടറിവ്. 1978 തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിക്കുകയും 1984 അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുകയും ചെയ്ത സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ അധീനതയിലുള്ള ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് 84 തുടങ്ങുമ്പോൾ പെട്രോൾ ഓട്ടോറിക്ഷകൾ നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ പെട്രോൾ ഓട്ടോറിക്ഷകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ഡീസൽ വാഹനങ്ങളുടെ വരവോടുകൂടി 3 വീലറുകളിലും ഡീസൽ എൻജിൻ നിർമ്മിച്ച് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഡീസൽ എൻജിനുള്ള 3 വീലർ ഓട്ടോറിക്ഷകൾ ഇന്ത്യയിൽ ആദ്യമായി കേരള ഓട്ടോമൊബൈൽസ് നിർമ്മിക്കുകയും അത് വിപണിയിൽ ഇറക്കുകയും ചെയ്തു. അതിനുശേഷം വിവിധങ്ങളായുള്ള പൊള്യൂഷൻ നോംസുകൾ, പാരിസ്ഥിതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ മലിനീകരണം കുറഞ്ഞുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല മലിനീകരണ നോംസും കിടപിടിക്കത്തക്ക വിധത്തിലുള്ള ഓട്ടോറിക്ഷകൾ നിർമ്മിച്ചു തുടങ്ങി. ഇത് കൂടാതെ തന്നെ വികലാംഗർക്ക് വേണ്ടിയുള്ള സൈഡ് വീൽ ഫിറ്റ് ചെയ്ത സ്കൂട്ടറുകൾ നിർമ്മിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ വികലാംഗരായിട്ടുള്ള വിവിധ ആൾക്കാർക്ക് നൽകുകയും ഇപ്പോഴും വളരെ ഭംഗിയായ ആ വണ്ടി മറ്റു വണ്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ എഫിഷ്യൻസിയിൽ ഇപ്പോഴും വണ്ടികൾ നിരത്തിലോടുന്നുണ്ട്. ഏകദേശം 2000ഓളം വാഹനം ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വഴി കേരളത്തിൽ തന്നെ കേരള ഓട്ടോമൊബൈൽസ് വിതരണം ചെയ്തിട്ടുണ്ട്.
ഇതുകൂടാതെ ISROയുടെ ഉപകേന്ദ്രങ്ങളായ VSSC, LPSC തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റുകൾ, കമ്പോണൻറ്റുകൾ ഇവയെല്ലാം കേരള ഓട്ടോമൊബൈൽസ് നിർമ്മിച്ചു നൽകുന്നുണ്ട്. റോക്കറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളും സാറ്റലൈറ്റിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്നതുമായ ചന്ദ്രയാൻ പോലുള്ള ദൗത്യത്തിലും ഇപ്പോൾ പുതിയ ദൗത്യമായുള്ള ഗഗൻയാൻ പോലുള്ള ദൗത്യത്തിനും ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക കമ്പോണൻറ്റുകളും നിർമ്മിച്ച് നൽകുന്നത് കേരള ഓട്ടോമൊബൈൽസിൽ നിന്നാണ്. ഇതിനു വേണ്ടി തന്നെ കഴിഞ്ഞ 2 വർഷത്തിന് മുൻപ് സംസ്ഥാന സർക്കാരിൻ്റെ 7 കോടി രൂപ ധനസഹായത്തോടു കൂടി ഏകദേശം 16 പുതിയ അതിനൂതന മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുകയും ഇത്തരം വർക്കുകൾ വളരെ ഭംഗിയായി നൽകി വരുന്നുണ്ട്. ഒരുപക്ഷെ റോക്കറ്റിൻ്റെയും സാറ്റലൈറ്റിൻ്റെയും കമ്പോണൻറ്റുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വളരെ വലിയ കമ്പോണൻറ്റുകളാണെന്നാണ്. എന്നാൽ 1 സെൻറ്റിമീറ്ററും സൈസ് മുതൽ അല്ലെങ്കിൽ അതിനേക്കാളിൽ താഴെ 5 mm സൈസ് മുതൽ മീറ്ററുകളോളം വലിപ്പമുള്ള വിവിധങ്ങളായ കമ്പോണൻറ്റുകളാണ് കേരള ഓട്ടോമൊബൈൽസ് ISROയ്ക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രചാരം കൂടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെൻറ് നീതി ആയോഗിൻ്റെ നേതൃത്വത്തിൽ ഇലക്ട്രിക് വാഹന നയം രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി കേരള സംസ്ഥാനം ഇലക്ട്രിക് വാഹനത്തിൻ്റെ കരട് നയം രൂപീകരിക്കുകയും കരട് നയം പ്രാബല്യത്തിൽ ആയ മുറയ്ക്ക് തന്നെ കേരള ഓട്ടോമൊബൈൽസ് അതിൻ്റെ നിർമ്മാണത്തിൽ മറ്റൊരു തലത്തിൽ ചിന്തിക്കുകയും 2018 മുതൽ കേരള ഓട്ടോമൊബൈൽസ് ആ രീതിയിലുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റും നടത്തുകയും കേരള ഓട്ടോമൊബൈൽസ് തനതായി തന്നെ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിലേക്ക് തിരിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായത്തോടു കൂടി തന്നെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ നിരത്തിലിറക്കുക എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി കേരള ഓട്ടോമൊബൈൽസ് 2018 ഡിസംബറിൽ ആദ്യ വണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഇലക്ട്രിക് നയത്തിൻ്റെ ഇന്ത്യയിലൊട്ടുക്കുമുള്ള വിവിധ കമ്പനികളുമായിട്ടുള്ള ചർച്ചകൾ നടന്ന സമയത്ത് 2018 ഡിസംബർ 10 തന്നെ എൻ്റെ ഫസ്റ്റ് മോഡൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇന്ത്യയിൽ ആദ്യമായി ഒരു പൊതുമേഖലാ സ്ഥാപനം വാഹനം നിരത്തിലോടുന്നതിന് ആവശ്യമായ CMVR മാനദണ്ഡങ്ങൾ അനുസരണമായി ARA സർട്ടിഫിക്കേഷൻ നേടുന്ന ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ സ്ഥാപനമായി കേരള ഓട്ടോമൊബൈൽസ് 2019 ജൂണിൽ മാറുകയുണ്ടായി. വിവിധങ്ങളായ ശൈലിയോടുകൂടി തന്നെ സാധാരണ ഓട്ടോറിക്ഷയിൽ ഇല്ലാത്ത സൗകര്യങ്ങളോടുകൂടി ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷ കേരള ഓട്ടോമൊബൈൽസ് പുറത്തിറക്കി. ഇപ്പോൾ തന്നെ കേരളത്തിൽ 100-ൽ പരം ഓട്ടോറിക്ഷകൾ വിവിധ ഡീലർക്കും കസ്റ്റമേഴ്സിനും കേരള ഓട്ടോമൊബൈൽസ് നൽകുവാൻ കഴിഞ്ഞു. ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷയുടെ പ്രധാന പ്രത്യേകത യാതൊരുവിധ മലിനീകരണവും ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും നൂതനമായ വാഹനമാണ് കേരള ഓട്ടോമൊബൈൽസിൻ്റെ NEEM-G ഓട്ടോറിക്ഷ. ഇതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം ബാറ്ററി തന്നെയാണ്. ഡീസലോ പെട്രോളോ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ബാറ്ററി ചാർജ് ചെയ്ത് ആണ് നമ്മുടെ വാഹനം ഉപയോഗിക്കുന്നത്. ആ ബാറ്ററി പോലും വിവിധ കപ്പാസിറ്റിയിലുള്ള ബാറ്ററി കേരള ഓട്ടോമൊബൈൽസിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ ലെവലിലുള്ള വൻകിട കമ്പനികൾ, തോഷിബ പോലുള്ള വൻകിട കമ്പനികളുമായി കമ്പനി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭാവിയിൽ 8 മിനിറ്റ് കൊണ്ട് ഫുള്ള് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിലേക്ക് ഉതകുന്ന തരത്തിലുള്ള അതിനൂതന ബാറ്ററി സംവിധാനങ്ങൾ കേരള ഓട്ടോമൊബൈൽസിൽ നിർമ്മിക്കുവാൻ പദ്ധതിയിട്ട് കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, NEEM എന്ന് പറയുന്നത് വേപ്പാണ്. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷമില്ലാത്ത ഏറ്റവും നല്ല ഒരു മെഡിസിനൽ പ്ലാന്റാണ് NEEM. അതുപോലെ തന്നെ ആ NEEM പേരിൽ എന്ത് അർത്ഥമാക്കുന്നോ ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ വാഹനം നിർമ്മിച്ചതും വാഹനത്തിന് ഈ പേര് നാമകരണം ചെയ്തതും. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളം അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ കേരളത്തിൻ്റെ ആ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉൾക്കാഴ്ച കൂടി ഈ നാമകരണത്തിലും ഇത്തരം വാഹനം നിർമ്മിച്ചതിലും കേരള ഓട്ടോമൊബൈൽസിനുണ്ട്. കഴിഞ്ഞ 2 വർഷക്കാലമായി കേരള ഓട്ടോമൊബൈൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് തുടരുന്ന എനിക്ക് പറയാനുള്ളതും തീർച്ചയായിട്ടും നെയ്യാറ്റിൻകരയ്ക്കും കേരളത്തിൻ്റെ ഓരോ ജനതയ്ക്കും ഇന്ത്യക്ക് മൊത്തമായും അഭിമാനകരമാകാൻ പറ്റുന്ന ഒരു സ്ഥാപനമായി കേരള ഓട്ടോമൊബൈൽസ് ഉയർന്നു വരും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. ആ വിശ്വാസം 100% പ്രാവർത്തികമാകും എന്നുകൂടി എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. കുതിച്ചു ചാടുന്ന കുതിരയും അശോകചക്രം അനാവരണം ചെയ്ത ത്രിവർണ്ണ പതാകയും കേരള ഓട്ടോമൊബൈൽ എന്ന വ്യവസായ സ്ഥാപനം
നാളെ വൻ കുതിച്ചുചാട്ടം നടത്തുക തന്നെ ചെയ്യും. എംപ്ലോയീസ് സഹകരണ സംഘത്തിൻ്റെ മികച്ച പ്രവർത്തനം നമുക്കിവിടെ കാണാൻ കഴിയും. വിനോദവും വിജ്ഞാനവും ഒപ്പം നല്ല രീതിയിലുള്ള ജൈവ പച്ചക്കറിത്തോട്ടവും കേരള ഓട്ടോമൊബൈലിൽ കാണാം. നെൽകൃഷി മുതൽ മഞ്ഞൾ, വെണ്ട, തക്കാളി, ചീര, പടവലം തുടങ്ങി ഒട്ടനവധി പച്ചക്കറികൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ ജീവനക്കാരുടെ ശ്രമഫലമാണ് ഇത്. ഇത് സാധാരണക്കാരൻ്റെ ജീവിതം നിരത്തിൽ പച്ചപിടിപ്പിക്കുന്നത് ഇവനിലൂടെയാണ്. കേരള ഓട്ടോമൊബൈൽസിൽ നിന്നും സാധാരണക്കാരൻ്റെ വാഹനമായ ഈ മുച്ചക്രം വർഷം തോറും ആയിരക്കണക്കിനാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെ നിന്നാണ് പോകുന്നത്. അറിയാനേറെയുണ്ട്, അറിയിക്കാൻ. ലക്ഷം ലക്ഷം ജനങ്ങൾ പട്ടിണി മാറ്റാൻ നെട്ടോട്ടം. ജനങ്ങളുടെ പട്ടിണി മാറ്റുവാൻ ഇവർ തയ്യാറായി കഴിഞ്ഞു. യാത്ര ഇവർ തുടങ്ങുകയായി. അറിഞ്ഞതല്ല, ഇനിയും അറിയാൻ അറിവിലൂടെ ഒരുപാട് ബാക്കി. ടീം ജനകീയത്തിൻ്റെ എൻ്റെ നാട്ടറിവ് പുതിയൊരു അധ്യായം കൂടെ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുവാൻ വീണ്ടും എത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങൾക്കേവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.